ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും 6th സെം ഓൺലൈൻ ട്യൂഷൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 1 യൂണിറ്റ് 1 ആണ്. അതിൽ കഴിഞ്ഞ 7 ക്ലാസ്സുകൾ കഴിഞ്ഞു. നിങ്ങളത് കണ്ടു എന്ന് വിചാരിക്കുന്നു. ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വരണം. അപ്പം നമ്മൾ ഇന്ന് 8ാമത്തെ പാർട്ടിലോട്ട് പോവുകയാണ്. നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് എല്ലാം എടുത്തു. ഇൻട്രൊഡക്ഷൻ, മോഡേൺ കൺസെപ്റ്റ് ഓഫ് ചൈൽഡ് കെയർ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നായിരുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ അഡൽട്ട് ആൻഡ് ചൈൽഡ് മുതൽ തുടങ്ങി ഈ പോർഷൻസ് നമ്മൾ ഇതുവരെ എടുത്തു. ഇനി നമുക്കിവിടെ എടുക്കാനുള്ളത് ഒരു ടോപ്പിക്കാണ് ലെഫ്റ്റഡ് ആയിട്ടുള്ളത്, കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ഓഫ് ചിൽഡ്രൻ. ഇതുവരെയുള്ള പോർഷൻസിൽ ഇനി എടുക്കാനുള്ള ഈ ഒരു പോർഷനാണ്. ഇത് കൂടാതെ ഇത്രയും പോർഷൻസും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഐ തിങ്ക് വിത്തിൻ 2 classes we will complete this topic. After that we will go to practical classes, that is ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ നമുക്കത് പ്രാക്ടിക്കൽസ് നമുക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റത്തില്ല, പകരം ഞാനത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രിവെൻറ്റീവ് പീഡിയാട്രിക്സിൻ്റെ ഓരോ ടോപ്പിക്സിലോട്ട് പോകാം. ഇവിടെ നോക്കാം, നമ്മുടെ സിലബസിൽ നമ്മുടെ പ്രിവെൻറ്റീവ് പീഡിയാട്രിക്സിൻ്റെ ലാസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ആക്സിഡൻറ്റ്സ് പ്രിവെൻഷൻ. അതുപോലെ തന്നെ എക്സാമിന് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടി ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് ആക്സിഡൻറ്റ്സ് പ്രിവെൻഷൻ ആണ്. ഓക്കെ, ആക്സിഡൻറ്റ്സ് എന്താണ്, കോസസ് എന്താണ്, അതെങ്ങനെ നമുക്ക് തടയാം, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. കാരണം നമ്മൾ പഠിക്കുന്നത് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ആണ്, അതായത് കുട്ടികളുടെ കെയർ ആണ് നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അപകടങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട്. കാരണം അവർ കൂടുതൽ കെയർലെസ് ആണ്, അത്രത്തോളം ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യണമെന്നില്ല. അപ്പം മിസ്റ്റേക്സുകളും അല്ലെങ്കിൽ അപകടങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കുട്ടികൾക്കുണ്ടാവുന്ന ആക്സിഡൻറ്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി മുൻകൂട്ടി കണ്ട് അത് തടയാൻ വേണ്ട സ്റ്റെപ്സുകൾ എടുക്കുക. ഓക്കെ, എന്തൊക്കെയാണ് കോമൺ ചൈൽഡ്ഹുഡ് ആക്സിഡൻറ്റ്സ് എന്ന് പറയുന്നത്? ഫോളോവിങ് ആർ ദ മോസ്റ്റ് കോമൺ ചൈൽഡ്ഹുഡ് ആക്സിഡൻറ്റ്സ്. ഫസ്റ്റ് വൺ, ഫോൾ. എപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യും, ആ ഒരു ഉരുണ്ട് തുടങ്ങി, റോൾ ചെയ്ത് തുടങ്ങി, അതിവിടെ നിന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ തുടങ്ങി, പിടിച്ച് നടക്കാൻ തുടങ്ങി, പിടിക്കാതെ നടക്കാൻ തുടങ്ങുന്നു, ഓടാൻ തുടങ്ങുന്നു, സ്റ്റെപ്സുകൾ കയറുന്നു. അങ്ങനെ ഓരോ സ്റ്റേജസ് ഉണ്ടല്ലേ. അപ്പോൾ അവിടെയൊക്കെ എന്തിനുള്ള റിസ്ക് ഉണ്ട്? ഫോൾ, വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തീ, ഫയർ, ഇതിലൊക്കെ എന്ത് ചെയ്യുന്നു, ഫയറിലോ ഇലക്ട്രിസിറ്റിയിലൊക്കെ ചെന്ന് കൈ അറിയാതെ തൊട്ടിട്ട് അതിൻ്റെ ഭംഗി കാരണം ചെന്ന് തൊട്ടിട്ട് അവിടെ ബേൺസ് അല്ലെങ്കിൽ കെമിക്കൽ ഇഞ്ചുറീസ്, ഇലക്ട്രിക്കൽ ഇഞ്ചുറീസ്, ബേൺ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. അതുകൂടാതെ കുട്ടികളുടെ ബോണുകൾ എന്ന് പറയുന്നത് വളരെ ബലം കുറഞ്ഞതാണ്, വളരെ തിന്നായിട്ടുള്ളതാണ്. സോ ദർ ഇസ് ചാൻസ് ഫോർ ഫ്രാക്ചർ ആൻഡ് ഡിസ്ലൊക്കേഷൻ ഡ്യൂറിങ് പ്ലേ. അല്ലെ, കുട്ടികൾ കളിക്കുന്ന സമയത്ത് വീഴാനും അവിടെ എല്ലുകൾ പൊട്ടാനും ഡിസ്ലൊക്കേഷൻ സംഭവിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൂടാതെ സ്പ്രെയിൻ സംഭവിക്കാം, കട്ട്, അബ്രേഷൻസ്, അനിമൽ ബൈറ്റ്സ് എടുക്കുന്ന വാക്സിൻസ് ആണ് ഹിബ് വാക്സിൻസ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ വാരിസെല്ല വാക്സിൻ, ചിക്കൻ പോക്സ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാക്സിനാണ് വാരിസെല്ല വാക്സിൻ എന്ന് പറയുന്നത്. അതും ഏകദേശം ഒരു 12 മുതൽ 24 മാസം, അത് 1-2 വയസ്സിനിടയ്ക്ക് വെച്ചിട്ട് എടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ അഡൽട്ടിനും ഉണ്ട്. അഡൽട്ട്സിനും 2 ഡോസസ്, 4 ആഴ്ച 8 ആഴ്ച ഇടവിട്ട് 2 ഡോസ് അഡോളസൻസിനും അഡൽട്ടിനായാലും വാരിസെല്ല വാക്സിൻ എപ്പോൾ വേണമെങ്കിലും എടുക്കാം. അതുപോലെ അടുത്തൊരു വാക്സിനാണ് ടൈഫോയിഡ് വാക്സിൻ. 2 സബ്ക്യൂട്ടേനിയസ് ഡോസസ് ഷുഡ് ബി ഗിവൺ അറ്റ് ആൻ ഇൻ്റർവൽ ഓൺ മന്ത്. 1 മാസം ഇടവേള വിട്ട് 2 സബ്ക്യൂട്ടേനിയസ് ഇഞ്ചെക്ഷൻസ് ആണ് ടൈഫോയിഡ് വാക്സിൻസിന് എടുക്കേണ്ടത്. 0.5 ml ടൈഫോയിഡ് വാക്സിൻ 10 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് എടുക്കാറുണ്ട്. അതിന് 10 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ 0.25 ml ആണ് ഡോസ് എടുക്കുന്നത്. നെക്സ്റ്റ് അടുത്തൊരു ഓപ്ഷണൽ വാക്സിനാണ് റൊട്ടാ വൈറസ് വാക്സിന്. ഡയേറിയ വരാതിരിക്കാൻ വേണ്ടി, ഡയേറിയ തടയാൻ വേണ്ടിയിട്ടുള്ള വാക്സിൻ. അത് ഓറൽ ഡോസ് ഓഫ് വാക്സിൻ റെക്കമെൻഡഡ് 3 times ആൻഡ് ഇൻ്റർവെൽ ഓഫ് 4 weeks. ഓരോ 4 ആഴ്ച ഇടവിട്ട് 3 തവണ റൊട്ടാ വൈറസ് വാക്സിൻ എടുക്കാം. കാരണം ചില സ്ഥലങ്ങളിൽ ഡയേറിയ ഒരുപാട് കോമൺ ആകുമ്പോൾ നമുക്കത് തടയാൻ വേണ്ടിയിട്ട് റൊട്ടാ വൈറസ് വാക്സിൻ അവിടെ കൊടുക്കാം കുട്ടികൾക്ക്. നെക്സ്റ്റ് MMR വാക്സിൻ. അതും ഇപ്പോൾ നമുക്ക് കമ്പൽസറി ആക്കി മാറ്റിയിട്ടുണ്ട്, എന്നാലും പലർക്കും അത് ഓപ്ഷണലായിട്ടും ചൂസ് ചെയ്യാവുന്നതാണ്. മംസ്, മീസൽസ്, റുബല്ല. അപ്പോൾ ഇത്രയുമാണ് വാക്സിൻസിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ നന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് പഠിക്കുക. അത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അതിൻ്റെ ഷോർട്ട് നോട്ട്സ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക. ഇവിടെ പ്രിവെൻറ്റീവ് പീഡിയാട്രിക്സിൽ ഇമ്മ്യൂണൈസേഷൻ, ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, പിന്നെ നമ്മുടെ ഇമ്മ്യൂണോഗ്ലോബുലിൻ, കോൾഡ് ചെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് തന്നെയാണ്.